വാ തുറന്നു കഴിഞ്ഞാൽ പച്ചത്തെറിയും ആഭാസവും മാത്രം വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാണ് ജെറുസലേമിൽ നിന്നുള്ള റീന അലക്സ്. റീന ഫ്രാൻസിസ് എന്ന പേരിലും ആ സ്ത്രീ അറിയപ്പെടുന്നുണ്ട്. മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ സ്ത്രീക്ക് വല്ലാത്ത ദേഷ്യമാണ്. അത്രത്തോളം മനസ്സിൽ മുസ്ലിമുകളോട് വെറുപ്പ് വെച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ റീന അലക്സ് എന്ന് പറയുന്നത്. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് 2-3 ദിവസങ്ങളിലായി ഈ സ്ത്രീയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വിവരമൊന്നും അങ്ങനെ കാണില്ല, സ്വാഭാവികമാണ്. കാരണം ഇസ്രായേലിലുള്ള ഓരോ ജനങ്ങളുടെയും ഇപ്പോഴത്തെ ജീവിതമെന്ന് പറയുന്നത് അങ്ങ് ബങ്കറിലാണ്. ആക്രമണം ഭയന്നുകൊണ്ട് ഓരോ നിമിഷവും ആ മുഴങ്ങിക്കേൾക്കുന്ന സൈറനെ പേടിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ജനങ്ങളാണ് ഇസ്രായേൽ ജനത. ഏതായാലും വളരെയധികം വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റീന അലക്സ് അമ്മായിക്ക് നമ്മളോട് എന്തോ ചില വിഷമങ്ങൾ സങ്കടങ്ങൾ പറയാനുണ്ട്. ഏതായാലും അത് നമുക്കൊന്ന് കേൾക്കാം. ഞാനിത് കേട്ടപ്പോഴും തകർന്നുപോയി. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അയ്യോ, അങ്ങനെ എടുത്തോണ്ട് പോവാൻ എനിക്ക് ചിന്തിക്കാൻ വയ്യേ. എന്റെ അപ്പച്ചി, അയ്യോ. കണ്ടില്ലേ, ഇതാണ് ഈ സ്ത്രീയുടെ അവസ്ഥ. വിതുമ്പിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഇനി ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആ അമ്മായിക്ക് നമ്മളോട് പറയാനുണ്ട്, അതുകൂടി കേൾക്കാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ലൈവ് വന്നത് തന്നെ. കാരണം നമ്മൾ ഇത്രയും ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും പഠിച്ചുകൊണ്ടിരുന്നതുമായ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുകയാണ്. ഇസ്രായേൽ വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ് എന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ, അപകടം വലുതാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ തന്നെയുള്ള ജനം പരദേശികളായി പോകാൻ പോവുകയാണ്, പ്രവാസത്തിലേക്ക് പോകാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇസ്രായേൽ വലിയ അപകടത്തിലേക്ക് പോവുകയാണ്, ഇസ്രായേൽ തകരാൻ പോവുകയാണ്. ഇത് പറയുന്നത് ഞാനല്ല, സംഘികളുടെയും ക്രിസ്സംഘികളുടെയും ഭാഷയിൽ പറഞ്ഞാൽ ഏതെങ്കിലും സുഡാപ്പികൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമല്ല. ഇത്രയും നാൾ ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച, മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ ആഭാസങ്ങളും ചീത്തവിളികളും വിളിച്ച ആ റീന എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെ പറയുകയാണ് ഇസ്രായേൽ തകരാൻ പോകുന്നു എന്ന്. മുസ്ലിമീങ്ങളെ മാത്രമല്ല തെറി വിളിക്കുന്നത്, മുസ്ലിമീങ്ങളെ പിന്തുണയ്ക്കുന്നവർ ആരായിരുന്നാലും, അത് ഹിന്ദുവായിരുന്നാലും ക്രൈസ്തവനായിരുന്നാലും അവർക്കും കിട്ടും നല്ലതുപോലെ പച്ചത്തെറി. ആ സ്ത്രീ അവരെയും വെറുതെ വിടാറില്ല. വളരെയധികം മോശമായ രീതിയിൽ അമ്മയും പെങ്ങളെയും വരെ ചേർത്ത് വിളിച്ചാണ് ഈ സ്ത്രീ പലപ്പോഴും തെറി വിളിക്കുന്നത്. എടാ ഹിന്ദു പൊട്ടന്മാരെ, നിന്നെ അമ്മ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, നീയൊക്കെ മരക്കഴുതകളാണ്. നൈറ്റിയിട്ട ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട ജന്മങ്ങള്. ഈ അച്ഛന്മാരെന്നും ബെത്താന്മാരെന്നും പേര് പറയുന്നവന്മാർക്ക് മേടയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് നല്ല വൃത്തിയാണ് പൂട്ടടിക്കാനായിട്ടും അവർക്ക് അവന് പോത്തും ഇറച്ചിയും അവന് മട്ടനും പല്ലിനിടയിൽ കൂത്താനും പെണ്ണ് പിടിക്കാനും മാത്രമേ അവന് സമയമുള്ളൂ. കുറെ സമാധാന മതക്കാരൻ ഇറങ്ങിയിരിക്കുക ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞുകൊണ്ട്. എന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ ക്രിസ്ത്യാനിയെ വളർന്നിട്ടില്ല, നിങ്ങൾ ആരും എന്നെ പഠിപ്പിക്കണ്ട. ഓ, ജെറുസലേം എന്ന പേജ് വഴി കണ്ടതെന്തോ ദൈവവചനം കേൾക്കാൻ വേണ്ടിട്ടോ? എന്റെ ദൈവവചനം മാത്രം കേട്ടാൽ മതിയോ നിങ്ങൾക്ക്? ബാക്കിയുള്ളവർ ഈ കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കൊന്നും മറുപടി നിങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരന്മാരല്ലേ. അമ്മയെ ചോദിച്ച കൂട്ടത്തില് എന്തുവാ വസ്ത്രം ചോദിക്കുന്നതിനും പുതപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയെ ചോദിച്ചാൽ മോളെയും കൂടി കൊടുക്കുന്ന ആൾക്കാരല്ലേ ക്രിസ്ത്യാനി കുറെ കൂതറകള്. ഇങ്ങോട്ട് വന്ന് ഭയങ്കര വിശ്വാസവും സ്നേഹവും പഠിപ്പിക്കുന്നവര്. പോ ഇറങ്ങിപ്പോ, വിവരം കേട്ട വർഗമേ. നീയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഭൂമി ഇങ്ങനെ ഈ തുലുക്കന്മാരുടെ കയ്യിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നീയൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കെട്ടവന്മാര്, തിരിച്ചു പ്രതികരിക്കാൻ കഴിവ് കെട്ടവന്മാര് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാ എന്തുവാ രാജ്യങ്ങൾ മുഴുവനും തുലുക്കന്മാരുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ക്രിസ്ത്യ രാജ്യങ്ങൾ മുഴുവൻ എല്ലാം പൗമാരുടെ കയ്യിലിരിക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. കയറി വന്ന് മക്കളെ പോകിച്ചാലും അമ്മയും കൂടെ കൊടുക്കും എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അല്ല തിരിഞ്ഞു നിന്ന് നീ ഒന്ന് ചോദിക്കുമോ? നീയൊക്കെ തിരിഞ്ഞു നിന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് വിവരം കെട്ടവന്മാരെ ഇവന്മാർ ലോകം മുഴുവനും പിടിച്ചടക്കുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചെന്നുള്ളത് നീയെങ്കിലും മനസ്സിലായോ? നീയൊക്കെ തിരിച്ചു ചോദിക്കാത്തതിന്റെ കുഴപ്പമാണ് ലോകം മുഴുവനും ഈ സാത്താനിക തീവ്രവാദം പടർന്നു പന്തലിച്ചതും. ഇതാണ് ഈ സ്ത്രീയുടെ സ്വഭാവം. മുസ്ലിമീങ്ങളെ പിന്തുണയ്ക്കുന്നവർ, അത് ക്രൈസ്തവരായിരുന്നാലും ഹൈന്ദവരായിരുന്നാലും, അവർക്കും നല്ല രീതിയിൽ പച്ചയ്ക്ക് തെറിവിളിക്കുകയാണ് ഈ സ്ത്രീ. ഇതിൽ നിന്നും മുസ്ലിമീങ്ങളോട് എത്രത്തോളം വെറുപ്പ്, എത്രത്തോളം വിദ്വേഷം ഈ സ്ത്രീയുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാസ അടക്കമുള്ള കുറേ ക്രിസംഘികളും സംഘികളുമൊക്കെ ഈ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് പലപ്പോഴും രംഗത്ത് വരുന്നുണ്ട്. ഈ സ്ത്രീയുടെ പല പരാമർശങ്ങളെയും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരാറുമുണ്ട്. ഇനിയെങ്കിലും നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയുന്ന ജനങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട്, മനുഷ്യൻ്റെ മനസ്സിൽ വർഗീയതയും വിദ്വേഷത്തിൻ്റെയും വിത്ത് പാകിക്കൊണ്ട് ആ മനുഷ്യരെ പരസ്പരം തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന കാസടക്കമുള്ള ക്രിസംഘികളെയും സംഘികളെയുമൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളെ തെറി വിളിക്കുമ്പോഴും, സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊല്ലുമ്പോഴും
അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാൻ ഈ കാസടക്കമുള്ള ക്രിസംഖികൾക്കും സംഖ്യകൾക്കും അവരുടെ നാവ് പൊങ്ങില്ല. നേരെ മറിച്ച് അത് മുസ്ലിമുകളെക്കുറിച്ചാകുമ്പോൾ അവന്മാർക്ക് പറയാൻ 100 നാവാണ്. നോക്കി, സംഖ്യകളും ക്രിസംഖികളുമൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടിയും ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുന്നത് അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് ആ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കണം. അതിലൂടെ ജനങ്ങളെ തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കണം. അതുമാത്രമാണ് അത്തരം വർഗീയവാദികളുടെ പ്രധാന ഉദ്ദേശം. നോക്ക്, 2 ദിവസങ്ങൾക്ക് മുമ്പ് ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ അവിടെ ഒരു ക്രൈസ്തവ പുരോഹിതൻ കൊല്ലപ്പെട്ടു. മാർപ്പാപ്പ അതിന് അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം ക്രിസംഖികൾ അറിഞ്ഞ മട്ടേയില്ല, അവന്മാർ അറിയുകയുമില്ല. കാരണം അതിനെക്കുറിച്ചൊന്നും അവന്മാർക്ക് അറിയേണ്ട യാതൊരു താല്പര്യവുമില്ല. അത്തരം വാർത്തകൾ ഇവന്മാരുടെ കണ്ണിൽ കാണുകയുമില്ല. നേരെ മറിച്ച് അത് ഏതെങ്കിലും ഒരു മുസ്ലിമുകളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാർത്തയാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഇവന്മാർക്ക് 100 നാവാണ്. ഇതോടൊപ്പം ഇസ്രായേലിലെ കുറേ മലയാളികളായ കുറച്ച് ആളുകൾ അവിടെ പൊതുമധ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് ക്യാമറയും പിടിച്ച് ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഒരു ആക്രമണവുമില്ല, ഇവിടെ എല്ലാം നോർമലായിട്ട് പോവുകയാണ് എന്ന് പലപ്പോഴും തള്ളിമറിക്കുന്നുണ്ട്. ആ തള്ളിമറിക്കുന്നവൻ അത്രയും നേരം ആ ഇറാൻ്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ബങ്കറിൽ ഒളിച്ചിരുന്നിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ ഡയലോഗൊക്കെ അടിച്ചുവിടുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല. അവിടെയുള്ള ഓരോ ജനങ്ങളും പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാൻ്റെ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിൽ, പ്രത്യേകിച്ച് ടെല്ലവീവ് എന്ന് പറയുന്ന നഗരത്തിൽ പലപ്പോഴായി നടന്നുകൊണ്ടേയിരിക്കുന്നു. സൈറനുകൾ നിരന്തരമായി മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്നു. ബങ്കറിൽ ഒളിക്കാൻ മാത്രമേ അത്തരം ആളുകൾക്ക് സമയമുള്ളൂ. കിടപ്പും കഴിക്കലും കുളിയും എല്ലാം ആ ബങ്കറിൽ തന്നെ. നോക്കൂ, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഡോണ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സഹോദരി അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവച്ചു. ആ വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇവിടുത്തെ സിറ്റുവേഷൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ നിന്നും റോഡുകളൊക്കെ ഒരു 80% ശൂന്യമാണ് കേട്ടോ. ഇവിടെ ബസ് സർവീസ് വളരെ കുറവാണ്. മറ്റേത് മിനിറ്റിന് ബസ് പോയിക്കൊണ്ടിരുന്നിട്ട് ബസ്സുകളൊക്കെ വളരെ കുറവാണ്. ഞാൻ അനുഭവിച്ച ഇന്നലത്തെ ഒരു ദിവസത്തെ മാനസികാവസ്ഥ ഞാൻ പറയാം. രാവിലെ യുദ്ധം നമ്മളുണ്ടാവും, അലാറമൊക്കെ പ്രതീക്ഷിച്ചു. അപ്പൊ രാവിലെ തന്നെ കുളിച്ച് റെഡിയാവാന്ന് പറഞ്ഞു. ടോയ്ലറ്റിൽ കയറി കുളിച്ച് പകുതിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അലാറം കേട്ടു. എങ്ങനെയെങ്കിലും ഓടി. എന്റെ വീട്ടിൽ സേഫ്റ്റി റൂം ഇല്ല കേട്ടോ. ഇന്നലെ വീഡിയോ ചെയ്ത് എല്ലാവരും പറയുന്നത് കേട്ടോ, ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിന്റെ താഴെയും സേഫ്റ്റി റൂം ഉണ്ടെന്ന്. എന്റെ വീടിന്റെ ചുറ്റുപാട് ഓരോ ഏരിയ കണക്കാക്കിയാണ് കേട്ടോ സേഫ്റ്റി റൂമാ. വേറെ സേഫ്റ്റി റൂമുകളോ കാര്യങ്ങളോ ഒന്നും. നമുക്ക് പബ്ലിക് ബങ്കറുകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇത് കേൾക്കുന്ന ഉടനെ നമ്മൾ പബ്ലിക് ബങ്കറിലേക്കാണ് പോകേണ്ടത്. എന്റെ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നോക്കുന്ന എന്റെ ആബയ്ക്ക് ക്യാൻസറാണ്. വീട് മുട്ടൊക്കെ മാറ്റി വെച്ച ആളാ. അപ്പം ആബയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആബ ഇപ്പം വരാറില്ല. ആബ വീട്ടിൽ തന്നെ വഴിയാണേ. അപ്പൊ ഞാൻ ബംഗാളിൽ ഇരിക്കുമ്പോൾ എന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം. അതുകൂടാതെ ആബയെ കുറിച്ചുള്ള ടെൻഷൻ എനിക്ക് ദൈവമേ, ഞാൻ 24/7 കണ്ട് നമ്മുടെ സ്വന്തം അപ്പയെ പോലെ നമ്മൾ ശുശ്രൂഷിച്ച് കഴിയുന്ന ഒരു വ്യക്തി വീട്ടിലും ഞാൻ ബംഗാളിലും. അപ്പൊ നമുക്ക് വീടെത്തുന്നത് വരെ തിരിച്ചെത്തുന്നത് വരെ ഒരു വലിയ മാനസികാവസ്ഥയോടെയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ കടന്നു പോകുന്നത് കേട്ടോ. അത് ചിലർക്ക് ചിലപ്പോൾ കളിയാക്കലായിരിക്കാം, പക്ഷെ എനിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. ആബ വീട്ടിലും ഞാൻ ബംഗാളിലും. ചിലപ്പം ഇന്നലത്തെ സാഹചര്യത്തിൽ ഒരു അലാറം മാത്രമല്ല കേട്ടോ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അലാറവും അതിനുള്ള മെസ്സേജുകളും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഇത് വെളുപ്പിനെയൊക്കെ എനിക്ക് ഓടി കൈയും കാലും ഒക്കെ തുറന്നു പറയാലോ. എന്റെ കൈയും എന്റെ ശരീരമൊക്കെ നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കേട്ട 3 അലാറത്തിന് ഞാൻ ബംഗറിലേക്ക് പോയില്ല. പക്ഷെ എനിക്കൊന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമമാണ്. മൊബൈലിൽ അലർട്ട് വരും, അന്നേരം തന്നെ പോവുക. പക്ഷെ എന്റെ ഫോണിൽ അലർട്ട് വരുമ്പോഴത്തേന് എനിക്ക് ആദ്യം എന്റെ ആബയെ ബെഡിലേക്ക് ആക്കണം, ആബയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം, ആബയുടെ ഫോണെല്ലാം പ്ലേസ് വെക്കുക, വെള്ളമൊക്കെ അത് മുമ്പ് നമ്മളെല്ലാം എടുത്തു. പിന്നെ നമ്മുടെ ബാഗിൽ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ് നമ്മൾ. എങ്കിലും നമുക്കൊരു ടെൻഷനാണ്. ഇത് കേൾക്കുന്നതെന്ന് വെച്ചാൽ വലിയ സൗണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ സൗണ്ടൊക്കെ കേട്ട് എന്റെ തലയൊക്കെ അങ്ങ് പെരുത്തിരിക്കുക കേട്ടോ. തുറന്നു പറയണമല്ലോ, അല്ലാതെ വിടുന്നുണ്ട്. ഞാൻ 100% ഞാൻ സേഫാണ്, എനിക്കൊന്നും പറ്റില്ല എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. കണ്ടില്ലേ, ഇതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ കുറേ എണ്ണം അങ്ങ് ഡയലോഗ് അടിച്ച് വിടുകയാണ്, ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന്. കാരണം അടിക്കുന്നത് ആണുങ്ങൾ ജീവിക്കുന്ന, പുലിക്കുട്ടികൾ ജീവിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന നാടാണ്. ആ നാടിനെ ഭയപ്പെട്ടേ മതിയാകൂ. അവരുടെ മിസൈലുകളെയും അവരുടെ ആയുധങ്ങളെയും നിങ്ങൾ പേടിച്ചേ മതിയാകൂ.